ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മുട്ട മസാല കറിയുടെ റെസിപ്പി കണ്ടു നോക്കാവേ. അതിനായിട്ട് ആദ്യം ഒരു ചെറിയ അരപ്പ് തയ്യാറാക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, 3-4 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കുരുമുളക്, പിന്നെ ഒരു മീഡിയം സൈസിലെ തക്കാളി, കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില, ഇതിലേക്ക് ഒരു കുറച്ച് കറുവപ്പട്ട കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് സവാളയും പച്ചമുളകും കരിവേപ്പിലയിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ ആ മസാലയൊക്കെ വറുത്ത ആ പച്ച ചുവയൊക്കെ മാറിക്കഴിയുമ്പം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേകാൻ വിടാം. ആ സമയം കൊണ്ട് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. എരിവ് അധികമാകുന്നുണ്ടെങ്കിൽ വേണ്ട. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ തീർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. തീരെ ചെറുതായിട്ടല്ല, കുറച്ച് കഷ്ണമായിട്ട് നമ്മളൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. ഇപ്പം ഇവിടെ നമ്മുടെ മസാല വേഗം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മസാലയൊക്കെ നന്നായിട്ട് വെന്ത പച്ചച്ചൊകയൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പം ഇതിലേക്ക് കുറച്ചധികം മല്ലിയില കൂടെ ചേർത്ത് കൊടുത്താൽ അടിപൊളി കറി റെഡിയായി.